വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ സറൗണ്ടിങ് കിട്ടും വല്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ എവിടെയാണെന്ന്? ഓക്കെ, ഞാൻ കൊച്ചിയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന്. എനിക്കറിയില്ല ഇത് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണോ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഞാൻ എടുത്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും. അപ്പോൾ യൂഷ്വലി ഞാൻ ആ വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നു പോകും. അപ്പോൾ അതാണ് സംഭവിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കിത് ഡേ ഇൻ മൈ ലൈഫ് ഇൻ കൊച്ചി എഡിഷൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ബട്ട് യെസ്, ദിസ് ഇസ് എ വ്ളോഗ്. അപ്പം നമുക്കൊരു വ്ളോഗിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ രാവിലെ എണീറ്റ് വന്ന കോലമാണ്. ഞാൻ രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അധികം വലിയ രാവിലെ ആയിട്ട് കരുതണ്ട. ഇപ്പോൾ സമയം ഒരു ഉച്ചയാവാറായി, അതൊരു 11:15 കാണും. ഞാൻ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് എണീക്കുന്നത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാം സ്ലോ ആണ് ഗൈസ്. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സംഭവങ്ങളും സ്ലോ ആണ്. എനിക്കൊന്ന് രാവിലെ കോളേജിൽ പോകുന്ന ടൈം മാത്രമേ ഉള്ളൂ ഒന്ന് റഷിൽ പോകുന്നത്. ബാക്കി എല്ലാ ടൈമും ഞാൻ ഭയങ്കര സ്ലോ ആണ്. എസ്പെഷ്യലി കുറച്ച് നാളായിട്ട് ഇപ്പം കൂടുതലായിട്ട് സ്ലോ ആണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കാം എന്നുള്ളത്. ഇഗ്നോർ മൈ ദിസ് കോലം, ബിക്കോസ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുടി വെച്ചിട്ടത്, അല്ലെന്നുണ്ടെങ്കിൽ അതുമില്ല. ഓക്കെ, അപ്പോൾ എന്താ, ഞാൻ ജസ്റ്റ് എണീറ്റു, ഒന്ന് ഫ്രഷായി. ഇപ്പോൾ ഇതാ നമുക്ക് എന്തെങ്കിലും ഒരു കോഫിയോ ചായയോ എന്തെങ്കിലും ഒന്നും ഇടാം. പക്ഷെ അതിന് മുമ്പേ ഇവിടെ പാലിരിപ്പോട്ടോ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഞാനിവിടെ പാല് കഴിഞ്ഞ ദിവസം മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. വാ, ഇവിടെ പാലില്ല ഗൈസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഇടണം. നമുക്ക് കട്ടൻ ചായ ഇടാം, അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഇടാം, ഇതിലൊന്നും ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള വ്ളോഗ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് എന്നൊക്കെ പറയാം, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് വെള്ളം എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതാ ഈ സാധനം ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 തവണ ഒരു അലാറം അടിച്ചതിന് ശേഷം ഇത് ഓണാവും. എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പാത്രം കഴിക്കാം. ഇതാണ്ടോ ഞാൻ ആ പറഞ്ഞ കീ സൗണ്ട്. ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം എടുത്തിട്ട് കാണിച്ചു തരാവേ. ഇവിടെ കുറച്ച് തുണി കിടപ്പുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ട് വിരിച്ചിടാം. ജസ്റ്റ് ബിക്കോസ് ഇവിടെ മഴയാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നു, ഇടയ്ക്ക് വെയിൽ വരുന്നു. അപ്പോൾ വെയിലുണ്ട്, നമുക്കിത് കൊണ്ട് അപ്പുറത്ത് വിരിച്ചിടാം. ഓക്കെ, ഒരു പണി എടുക്കാൻ പോകുമ്പോൾ മറ്റേ പണി അടുത്ത പണിയും കൊണ്ട് വരും. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് കോഫി പൗഡർ എടുക്കാം. ഇവിടെ എനിക്ക് ഒരു പണി ചെയ്യുന്ന ടൈമിൽ തന്നെ 150 പണി എക്സ്ട്രാ വരാറുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുണി വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവിടെ വെള്ളം നിറച്ചു. പിന്നെ അവിടെ കാപ്പിടാൻ പോയി. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി തുണി കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ വെയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തുണി ഉണങ്ങുന്ന കാര്യത്തിലും ഡൗട്ടാണ്. ഇനി തുണി നനയ്ക്കാനും കൂടി ഉണ്ട് കുറച്ചും കൂടി. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ ഉണങ്ങി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാര്യം 2 ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഈ തുണി. അപ്പോൾ ഇത് 10 മിനിറ്റിനുള്ളിൽ ഉണങ്ങി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന്, എനിക്ക് സത്യം പറഞ്ഞല്ലോ വെയിലത്തൊരു തുണി ഇട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ വെയിലത്ത് എപ്പോൾ കണ്ടാലും വെയിലത്ത് കൊണ്ടിടും. അതാണ്. ഓക്കെ, നമ്മൾ ഹൗവർ എങ്ങനെയൊക്കെയോ നമ്മളുടെ തുണിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഉണങ്ങാനിട്ടിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി വെയിൽ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തുണി ഉണങ്ങില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഓരോ കോർണർ ഉണ്ടാവും. അതായത് നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത് 3 പേര് വെച്ചിട്ടാണ്. പക്ഷെ എന്നാലും ഇവിടെ ഇടയ്ക്ക് 2-3 പേര് അഡീഷണലി വരാറുമുണ്ട് നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ വരുന്ന ടൈമിൽ ഇവിടെ ഓരോരുത്തർക്കും ഓരോ കോർണർ ഉണ്ടാവും. ബാൽക്കണി തന്നെയാണ്. അപ്പോൾ ആ ബാൽക്കണിയിൽ നമുക്ക് തുണി വിരിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ആ കോർണറിൽ നമുക്ക് എല്ലാവർക്കും തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിരിച്ചിടാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ എല്ലാവരും അവരവരുടെ കോർണറിലാണ് ഇവിടെ തുണി വിരിച്ചിടുന്നത്. ഈ തുണി വിരിക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അയ്യോ, ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ കോഫിയാണ് ഇട്ടത്. പക്ഷെ ഞാനേ ഒന്നിത് ആട്ടട്ടെ.
നമുക്ക് സ്പൂൺ കിട്ടാത്തതുകൊണ്ട് തവി കൊണ്ട് നമുക്ക് പഞ്ചസാര ഇതിലേക്കിടാം. അത്ര ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ. എന്നാലും അത് 2 പേർക്കുള്ള കോഫി ഉണ്ടാവും. ആൻറ്റി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് ആൻറ്റിക്ക് കൂടി ഞാനങ്ങനെ കോഫി കൂടി ഇട്ടു. ഇവിടുത്തെ എല്ലാ ആൾക്കാരും യൂഷ്വലി ഇവിടെ എല്ലാവരും ടീ പേഴ്സൺസ് ആണ്. ഞാൻ മാത്രം കോഫി പേഴ്സണായിട്ടുള്ളത്. കോഫി പേഴ്സൺ തന്നെ ഞാൻ എല്ലാം കുടിക്കും. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കോഫി കുടിക്കാനാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നതും അതാണ്. അതെ. അപ്പോൾ നമുക്ക് കോഫി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കോഫി കുടിച്ചപ്പോൾ ഇരിക്കാം. ഇന്നിനെയും എല്ലാ സംഭവങ്ങളും, അതായത് ഇവിടെ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന വ്ളോഗ് അടക്കം എല്ലാ സംഭവങ്ങളും ഇനി സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. കാര്യം ഞാൻ അറ്റ് ദ സെയിം ടൈം 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനിവിടെ കിച്ചണിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ഉം കൂടി മാനേജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഇനിയും പോകാത്തത്. അതായത് ടൈം കുറച്ച് കൂടുതൽ എടുത്തിട്ടായിരിക്കും ഞാനിനി ഓരോ വ്ളോഗും ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കേട്ടെന്ന് അറിയത്തില്ല. വെള്ളത്തിൻ്റെ ടാപ്പ് ഓൺ ആക്കിയിട്ടിരുന്നു. സോ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി കുടിക്കാം. കരിഞ്ഞു പോയ മുളക് ചെടി പൈസ് ഉണങ്ങിപ്പോയി. അവിടെ ക്ലീൻ ചെയ്യാനുണ്ടാവും, ക്ലീൻ ചെയ്തിട്ടില്ല. പൊടിയുള്ളത് കൊണ്ട് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്തില്ല. ഇത് അന്ന് വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് എഡിറ്റ് ചെയ്ത് പോവാം. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമാണെന്ന് തോന്നുന്നു. അന്നാണോ അതിൻ്റെ പിറ്റേ ദിവസമാണോ ഈ വീഡിയോ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ചെണ്ടമേളമൊക്കെ കണ്ടു. പിന്നെ അവിടെ നേരെ വിശപ്പ് ഭയങ്കര ആയതുകൊണ്ട് നേരെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ടൊരു ബോംബെ ടോസ്റ്റും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. മെയിൻലി എനിക്ക് ജിംക വാങ്ങാനുണ്ടായിരുന്നു. കാര്യം ഓണത്തിൻ്റെ പ്രോഗ്രാംസൊക്കെ നിയർ ബൈ അടുത്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് യൂഷ്വലി ജിംകാസും വളയും ഒക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കര എന്തെങ്കിലും ഒന്ന് നോക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നിയർ ബൈ ഉള്ളൊരു ഷോപ്പിൽ ഞാൻ പോയിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജിംക ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാതും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളും പിന്നെ ടീച്ചേഴ്സ് ഡേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് 2-3 ചാർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ ഇവിടെ കുറച്ചും കൂടി സാധനങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷേ അതെല്ലാം ഈ കൊറിയൻ ടൈപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതാണ് കേട്ടോ എടുത്തത്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഇത്. പിറ്റേ ദിവസം ഞാനും ബിന്ദുവിൻ്റെയും കൂടി ഞങ്ങളുടെ മൈൻഡ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. പെട്ടെന്നൊരു സഡൻ പ്ലാനിൽ പോയതാണ്. പക്ഷേ ഹൗവർ അതും നല്ലൊരു രീതിയിൽ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഓണം ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ ഹോസ്റ്റലിലെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ക്യാമ്പയിൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൻറ്റിയുടെ ഫ്രണ്ടും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുറച്ചൊരു ചെറിയ രീതിയിൽ ഒരു ഓണം ക്യാമ്പയിൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെയൊക്കെ 2-3 സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം നമുക്ക് ഓണം ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ദൈവം സഹായിച്ച് എങ്ങനെയോ സദ്യയൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓണം സെലിബ്രേഷൻ അന്ന് സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഡ്രേപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എറണാകുളത്തിലെ കെസമിയ സലൂൺ എന്ന് പറഞ്ഞിട്ടുള്ളതിലെ ചേച്ചിയായിരുന്നു കേട്ടോ. ഷാജി ചേച്ചിയായിരുന്നു എൻ്റെ സാരി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിഷ്വലിലുള്ള സാരി അല്ല, പകരം ഞാൻ ഓണത്തിൻ്റെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാരിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ഹലോ, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ
കഴിഞ്ഞ ദിവസം ഒരു ഓഫ് ഡേ കിട്ടിയ ടൈമിലാണ് ഞാൻ ആ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓണം ക്യാമ്പയിനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 3 ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു. അതിൽ 2 ഞാൻ അറ്റൻഡ് ചെയ്തു. 3ാമത്തേത് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ യാത്രക്കിടയിൽ എനിക്ക് അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് വീട്ടിൽ വരേണ്ട കേസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പം ഇവിടെ ആയിരിക്കും ബാക്കിയുള്ള വിഷ്വൽസ് ഉണ്ടാവുക. സോ ഇൻ ബിറ്റ്വീൻ എനിക്കത് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ നാട്ടിലൊക്കെ മഴയാണ്. സേഫായിട്ട് സെക്യൂർഡായിട്ട് ഇരിക്കുക. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ? അപ്പം നമുക്ക് ബാക്കി എപ്പിസോഡിലേക്ക് പോകാം. ഓക്കെ. ഇത് കണ്ടോ, മഴയും ഉണ്ട്, അതേപോലെ തന്നെ അമ്മയുടെ കുറച്ച് ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ മീനുണ്ടാവും, മീനുണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ നമുക്ക് മുകളിൽ ഒരു താമരയും വളർന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറ്റാണ് കാണിച്ചു തരാം. മുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല ഇപ്പോൾ, എന്നാലും നോക്കട്ടെ. എവിടെയോ ഒരു തിരുവാതിരയുടെ പാട്ടിൻ്റെ സൗണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കേൾക്കാമോ നിങ്ങൾക്ക്? ശരി, കേൾക്കുന്നുണ്ട്. തിരുവാതിര കളിക്കുന്നതിൻ്റെ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടടാ ഇതൊന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. ഈ സ്റ്റൗ എനിക്ക് പറ്റണ പോലെ ഇളകി വരുന്ന രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. മഴ ഇപ്പം ഒന്ന് ജസ്റ്റ് തോർന്നൊരു ചെറിയ വെയിലായി. ഭയങ്കര റെയറായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. ഞാൻ ഈ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ഇതെന്തൊരു ക്ലൈമറ്റ് അല്ലേ, ഒരു തവണ വെയിൽ ഒരു തവണ മഴ, ടപ്പയെന്ന് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന പോലെ വെയിലും ഈ വെതർ കണ്ടീഷനൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നു. അങ്ങനെ അപ്പം എന്താ, അതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഈ ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അടുക്കള ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഓഫ് ദിസ് ലൈറ്റ് അമേസിങ് ആണ്. ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്ന കാണാം. ശാശ്വതം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ 10 മണിക്ക് എണീറ്റാലും ഞാൻ കിടക്കുന്ന ടൈമിങ് വെച്ചിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സമയം കുറവാണ്, ഞാനിപ്പോൾ ഉറങ്ങുന്നത് കുറവാണ് ഭയങ്കരമായിട്ട്. ഓട്ടമാണ് ഗൈസ്, ഫുൾ ആൻഡ് ഫുൾ ഓട്ടമാണ്. അപ്പോൾ എന്താ ഈ വ്ളോഗിന് എന്നാ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിതെന്തോ എടുക്കണമെന്ന് തോന്നി എടുത്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 9 മിനിറ്റിൻ്റെ വീഡിയോ എങ്ങാണ്ടായപ്പോഴാണ് അയ്യോ വ്ളോഗിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു ടോക്കി വേ ചിറ്റാറ്റ് കൈൻഡ് ഓഫ് ഒരു വ്ളോഗ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നി. അതാണ് ഈ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കൂടി എടുത്തിട്ട് ആഡ് ആക്കാമെന്ന് കരുതിയത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഹോം വ്ളോഗ്, ജസ്റ്റ് മൈ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. വെള്ളം തിളച്ച് നമുക്കിനി ചായപ്പൊടി ഇടാം. ഒന്ന് പേടിച്ചു. ഞാൻ ചില ദിവസങ്ങളിൽ അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് പറഞ്ഞാൽ ഒരു 2-3 ആഴ്ചയായിക്കാണോ അമ്മേനെ കണ്ടിട്ട് തന്നെ. കാര്യം കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ആയിട്ട് അവിടെ ഇവിടേക്കുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അതിനിടയ്ക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് എറണാകുളം പോയിട്ട് വരികയും ഉള്ള യാത്രകളിലും ഒക്കെ കൂടെ ആയിരുന്നു. അപ്പം ഞാനായിരുന്നു അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അച്ഛൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ഞാനും കഴിക്കാറില്ല. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ആൾക്കാരല്ല. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോഴെന്നല്ല, പണ്ട് തൊട്ടേ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേ വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഏത്തക്ക എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ. ഗീ ഓൾറെഡി ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഏത്തക്ക ഇങ്ങനെ, ഇതൊക്കെ ഓൾറെഡി അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ പറയാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഏത്തക്ക ഒന്ന് സ്ലൈസ് ചെയ്തിട്ടിട്ട് ഞാൻ അതിലേക്ക് കുറച്ചൊരു ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹണി ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഷുഗർ കണ്ടൻറ്റ് അങ്ങനെ ഒരു വിഷയം വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതെല്ലാം കൂടി ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും പെട്ടെന്ന് മെഴുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി ഒരു ചെറിയൊരു മിനി ബ്രേക്ക്ഫാസ്റ്റ് രീതിയിൽ ആക്കിയിട്ടുണ്ട്. ശരിക്കും ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ എനിക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിത് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിച്ചോളും. അങ്ങനെ
അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കി വേഗം തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ അല്ല ഒന്ന് മെഴുക്കുവരട്ടി പോലെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കില്ലേ അതേപോലെ ഒന്ന് എടുത്തു. അതിലേക്ക് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് ചായയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തത്. അച്ഛന് പിന്നെ വേഗം തന്നെ ഫുഡ് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് അച്ഛന് ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ വേഗം കട്ട് ചെയ്ത് കൊടുക്കും. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസാണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ തട്ടിക്കൂട്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് നല്ല നെയ്യിൽ കുതിർന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗുഡ് മണിയായിട്ട് ഇരിക്കുന്നത്. വേറെ കാര്യം എന്നാലും എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് കഴിക്കാറുണ്ട്. കുറച്ച് അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം അങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത ദിവസമായിട്ട് നമുക്ക് ഓണം ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു, അതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോയ്ക്ക് ഞാനിവിടെ കത്തനിടുകയാണ് സുഹൃത്തുക്കളെ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു നല്ലൊരു വ്ളോഗായിട്ട് ഇനി ഒരിക്കലും വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ ബൈ.